ആക്കുളം ചേറ്റുവ ജലപാതയുടെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ വർക്കല ചിലക്കൂർ വിനോദസഞ്ചാര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. അതിലേക്ക് സ്റ്റെഫിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ജലപാതയുടെ ഉദ്ഘാടനത്തിന് അതിലൂടെ സഞ്ചരിച്ചു പോകുന്ന മുഖ്യമന്ത്രിയെ കാണാം, MLA യെ കാണാം. അതെ ഹരിയ, ചരിത്രപരമായൊരു വലിയ ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നേട്ടത്തിലേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും അതോടൊപ്പം ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ ചെന്ന് കയറാൻ പോകുന്നത്. കാരണം തിരുവിതാംകൂറിന്റെ രാജഭരണകാലത്ത് ചരക്ക് നീക്കത്തിനും ഗതാഗത നീക്കത്തിനുമായി നിർമ്മിച്ചതായിരുന്നു ജലപാത. പിന്നീട് സർക്കാർ പലതവണ ഈ ജലപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ള പല പദ്ധതികൾ നടപ്പാക്കി. അതിന്റെ ഏറ്റവും വലിയ കടമ്പ എന്നുള്ളത് വർക്കലയിലായിരുന്നു. 2 തുരങ്കങ്ങൾ അതിലൊന്നാണ് ഇത് ചിലക്കൂർ തുരങ്കം. അതിലേക്ക് ആണ് ഇപ്പോൾ ആ ബോട്ട് ചെന്ന് കയറാൻ പോകുന്നത്. കാരണം മണ്ണൊക്കെ വീണ് അടിഞ്ഞ് യാതൊരു തരത്തിലും ആ തുരങ്കത്തിലൂടെ കടന്നു പോകാൻ കഴിയാത്തൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ 7 വർഷമായി നടന്നു വരികയായിരുന്നു. ആ നവീകരണ പ്രവർത്തനങ്ങളുടെ 1ാം ഘട്ടമാണ് ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഒരു തുരങ്കം ശിവഗിരി മഠത്തിനോട് ചേർന്നും ഉണ്ട്. ഇനി അതിന്റെ നവീകരണമാണ് നടക്കേണ്ടത്. ഇപ്പോൾ ചിലക്കൂർ തുരങ്കത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി. അത് ടൂറിസം ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയത്. കാരണം ഈ പോകുന്ന ബോട്ട് അത് തന്നെ ഒരു പ്രത്യേകത, കേരളത്തിൽ തന്നെ നിർമ്മിച്ച ഇലക്ട്രിക് ബോട്ടാണ്. ശരി, ആക്കുളം ചേറ്റുവ ജലപാതയുടെ 1ാം ഘട്ട ഉദ്ഘാടനത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയാണ്. പുതിയൊരു ചരിത്രം രചിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതിന്റെ ഉദ്ഘാടനം അതിന് മുഖ്യമന്ത്രിയുണ്ട്, അതോടൊപ്പം തന്നെ MLA ജോയിയും കൂടെയുണ്ട്. ജലപാതയിലൂടെ സഞ്ചരിച്ചാണ് ഉദ്ഘാടനം. പശ്ചിമ തീര കനാൽ പദ്ധതിയുടെ ഭാഗമാണ് ആക്കുളം ചേറ്റുവ ജലപാത. അതിന്റെ ആദ്യഘട്ടമാണ് ഇന്നിപ്പോൾ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നത്. തിരുവിതാംകൂർ